ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയാൻസ് പാരഡൈസ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പുതിയ ഡിഷസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഇന്നലത്തെ ഒരു ദിവസത്തെ പാചകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയത് പോഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് അവിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അവിൽ ആദ്യം തന്നെ നമ്മൾ കഴുകി ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെക്കണം. അതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, സവോള, പിന്നെ മല്ലിയില, പച്ചമുളക്, ഇഞ്ചി. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് മൈക്രോവേവിൽ 5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ക്യാരറ്റും സവോളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. ഇതിലേക്ക് ഗ്രീൻ പീസോ സ്വീറ്റ് കോണോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മൈക്രോവേവിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ അതെടുത്ത് മാറ്റി വെക്കുകയാണ്. പ്രോപ്പർ റെസിപ്പീസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ജീരകവും ഉണക്കമുളകും കറിവേപ്പിലയും കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം സവോളയും ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. സവോള ഒന്ന് സോഫ്റ്റ് ആയതിൻ്റെ ശേഷം അതിലേക്ക് കപ്പലണ്ടി, പുഴുങ്ങി വെച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് കിഷ്മിഷ്, പിന്നെ അതുകൂടാതെ അരിഞ്ഞു വെച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊന്ന് വഴണ്ടി വരുന്നതുവരേക്കും എനിക്കുള്ള ചായ റെഡിയാക്കുകയാണ്. പാലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കായും കൂടി ഇട്ടിട്ടാണ് ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നത്. ഇനി നമ്മൾ വഴറ്റി വെച്ച സവോളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ഒരു മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന അവൽ അതും കൂടി ഇട്ടിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു നുള്ളു പഞ്ചസാരയും ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അതോടുകൂടെ പോഹ റെഡി ആയിട്ടുണ്ടാവും. ഇത് ചൂടോടൊക്കെ സെർവ് ചെയ്യുക. സെർവ് ചെയ്യുമ്പം കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണം കൂടെ വെച്ച് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയും കൂടെയാണ്. ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കുക. ചായയിൽ ഞാൻ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ നല്ലൊരു ഹെൽത്തിഫൈ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചിട്ട് കാണിച്ചപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, ഇത് എത്ര നല്ലതാണ്, ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്, എത്ര ഫ്രഷ്, എത്ര നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നു. ഞാനിപ്പോൾ ബിഗ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിന് മേലെ. എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമല്ല, ഗ്രോസറീസും എല്ലാ തരം സാധനങ്ങളും ഇതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്യുക, എത്ര മണിക്ക് നമുക്ക് ഇതിൻ്റെ ഡെലിവറി വേണം, എപ്പോഴാണ് നമ്മൾ വീട്ടിൽ അവൈലബിൾ, അതിനനുസരിച്ച് ഡെലിവറി നമുക്ക് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാക്കറ്റ്സിലാണ് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുതന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതിപ്പോൾ ഞാനൊരു പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം. വെണ്ടയ്ക്കയാണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ കണ്ടില്ല എത്ര ഫ്രഷ് ആണെന്ന്. ഇവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് റിട്ടേൺ പോളിസി. നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് തിരിച്ച് അവർക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കുന്നു. ഇനി നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് റൈസാണ്. ഫ്രൈഡേ കുറച്ച് ബീഫ് വാങ്ങിയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നത് ഞാൻ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബീഫും ആ ഗ്രേവിയും പച്ചക്കറികളും കൂടെ ഇട്ടിട്ട് റൈസെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ബീഫ് റൈസ് മാതിരി ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കറീൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീസറിൽ നിന്ന് ബീഫിനെ എടുത്തിട്ട് ഞാൻ ഒന്ന് മൈക്രോവേവിലൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയും ആ പീസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഈ ബാക്കിയുള്ള ഈ വെള്ളം നമുക്ക് റൈസിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലും നെയ്യും കൂടി ഇട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മുടെ മസാലകളായ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ച മണം ഒന്നും പോയതിൻ്റെ ശേഷം സവോളയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് സോഫ്റ്റ് ആയതിൻ്റെ ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് വെജിറ്റബിൾസ് ആയ ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ് ഇടുക. പിന്നെ 2 സ്പൂണ് തൈരും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ബീഫും കൂടി ഇടുക. എന്നിട്ട് ഈ ഗ്രേവിയിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ്. എൻ്റെ അടുത്ത് ഈ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ എടുത്തിട്ടത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് കുതിർത്ത് വെച്ചിരുന്ന പൊന്നി റൈസ്, ഞാൻ വൈറ്റ് റൈസ് ഉണ്ടാക്കുന്ന പൊന്നി റൈസിലാണ്, ആ റൈസ് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരിയോ അതോ ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പിന്നെ ആ ബീഫിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഗ്രേവിയും അതുകൂടാതെ 2 ഗ്ലാസ് തിളച്ച വെള്ളവും, അപ്പോൾ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്ന 1.5 ഗ്ലാസ് അരിക്ക്. ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും എരിവും എന്താണെന്ന് വെച്ചാൽ ചേർക്കുക. എന്നിട്ട് ഒരു അര ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുക. വേവിക്കലൊക്കെ കഴിഞ്ഞു, നമ്മൾ ലഞ്ചും റെഡിയായി. ചോറിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് വേറൊരു ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കുറച്ച് തൈരും കൂട്ടി കഴിച്ചാൽ തന്നെ മതിയാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ശേഷം ഇന്നലെ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയതാണ് പിസ്സ. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിന്നറും. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. 3/4 കപ്പ് ലൈറ്റ് ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് മാറ്റി വെക്കുക. ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന ടൈമാണിത്. ഇതിപ്പോൾ നോക്കിയാൽ 15 മിനിറ്റ് കഴിഞ്ഞു, ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് ഈ ഈസ്റ്റിൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലിരിക്കും. നമ്മൾ 1 കപ്പ് മൈദയും കൂടെ മാറ്റി വെച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇതിന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിനെ ഒരു കിച്ചൺ കൗണ്ടറിലോ അല്ലെങ്കിൽ ടേബിളിലേക്ക് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെ കുഴയ്ക്കണം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് മൈദ ഇട്ട് ഇതിനെ നമ്മളൊരു ടൈറ്റായിട്ടുള്ള ഒരു മാവായിട്ട് മാറ്റരുത്. നമ്മൾ നന്നായി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഒട്ടിപ്പിടിക്കുന്ന ഒന്ന് മാറുന്ന വരെ മാത്രം നമ്മൾ അതിലേക്കൊന്ന് മൈദ മാവ് ഒന്ന് ഇട്ടുകൊടുത്ത് എടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഇത് ഒന്നിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഈ കുഴച്ച് വെച്ച മാവും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. ഇതൊന്ന് പൊന്തി വരുന്നവരെ. ഇത് അടച്ചു വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ടവൽ നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്ലീൻ റാപ്പാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി വന്ന മാവിനെ നമ്മൾ ഒന്നും കൂടെ കൈകൊണ്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ട് തിരിച്ച് നമ്മൾ ഒന്നും കൂടി പാത്രത്തിലേക്ക് തന്നെ എണ്ണ തടവിയിട്ട് അടച്ച് വെച്ച് അരമണിക്കൂറും കൂടെ മാറ്റി വെക്കുക. ടോട്ടൽ നമ്മൾ 2 പ്രാവശ്യമാണ് ഇതിന് കുഴച്ച് പൊന്തി വന്നതിൻ്റെ ശേഷം കുഴച്ച് മാറ്റി വെക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം എടുത്തതിൻ്റെ ശേഷം ഇതൊന്നുകൂടെ കുഴച്ചിട്ട് നമ്മൾ സ്മൂത്ത് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ 4ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൻ്റെ പിസ്സേനനുസരിച്ചിട്ടുള്ള മാവ് നമുക്ക് വലുപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മീഡിയം ടു സ്മോൾ സൈസിലെ പിസ്സാസാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അവനിൽ എങ്ങനെയാണ് പിസ്സ റെഡിയാക്കുന്നതാണ്. താഴെ ഞാൻ റവയാണ് ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്ന പാൻ്റെ. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇത് പ്രസ് ചെയ്ത് ഇത് ഫ്ലാറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തതാണ്. അത് കുത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിസ്സ സോസ് ഇട്ട് അതിൻ്റെ ശേഷം ചീസ് ഇട്ട് പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുക. ഞാൻ സവോള, തക്കാളി, ക്യാപ്സിക്കം, ഓലിവ് അതുകൂടാതെ കുറച്ച് സ്വീറ്റ് കോണും കൂടിയാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തത്. മേലെ കുറച്ചും കൂടെ ചീസ് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം സൈഡിൽ ഞാൻ ഇത്തിരി ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഞാൻ ഗ്രില്ല് ചെയ്യാനാണ് പോണത്. മാക്സിമം നിങ്ങളുടെ അവനിൽ എത്ര ടെമ്പറേച്ചർ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അവനിലുണ്ടാക്കിയ പിസ്സ റെഡിയായി. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിൻ്റെ ശേഷം നിങ്ങൾക്ക്
വീട്ടിൽ സ്റ്റൗവിൽ എങ്ങനെയാണ് പിസ്സ റെഡിയാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഞാനൊരു വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പാണ് ഇട്ടത്. എന്നിട്ട് അതിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു റിങ്, അതായത് സ്റ്റാൻഡ് വെച്ച് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചു. ഇനി അതേപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് റവ ഇട്ടിട്ട് ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ തന്നെ, അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ടോപ്പിങ്സ് ഒക്കെ ഇട്ടതിൻ്റെ ശേഷം മേലെ ഇറ്റാലിയൻ സ്പൈസാണ് ഞാൻ ഇടുന്നത്. ഇതേപോലെ ഈ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് വരെയാണ് ഞാൻ ഇതിന് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അവണിൽ ബേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും കിട്ടും. ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ ചീസ് ബേസ്റ്റ് പിസ്സ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു ചെറിയ റോൾ എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ നമ്മളിതിന് റോൾ ചെയ്തിട്ട് ഇതേപോലെ ഫോർക്ക് വെച്ച് കുത്തിയിട്ട് ഒരു പാനിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 2 സെക്കൻഡ് 2 സൈഡിൽ മാത്രം ഒന്ന് ചുട്ടെടുത്താൽ മതി. കരിയാനൊന്നും പാടില്ല, കളറും ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേറൊരു പാനിൽ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റോളിനെയും കാട്ടിയും കുറച്ചും കൂടെ വലിയൊരു സൈസിലത്തെ ഒരു റോൾ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ചീസ് സ്പ്രെഡില്ലേ, നമ്മുടെ അമൂലിൻ്റെ ചീസ് സ്പ്രെഡ്, അതാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അത് നടുക്ക് മാത്രം തേക്കാൻ ശ്രദ്ധിക്കണം. പുറത്തേക്ക് സൈഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഒലിച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ 2 ചീസിൻ്റെ സ്ലൈസാണ് വെക്കുന്നത്. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയ നമ്മളുടെ ആ ഒരു ബേസിന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡിൽ വെള്ളം വെച്ചിട്ടാണ് ഞാനിതിനെ സീൽ ചെയ്യുന്നത്. വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തതിൻ്റെ ശേഷം സീൽ ചെയ്താൽ അത് പുറത്ത് പോവാതിരിക്കും. ഇങ്ങനെയാകുമ്പം ചൂടായിട്ട് ചീസ് മെൽട്ടായി പുറത്തേക്ക് പോവാതിരിക്കും. ഇനി ഇതൊന്ന് സീൽ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോസ് ഇടുക. ബാക്കി വെജിറ്റബിൾസും എക്സ്ട്രാ ചീസൊക്കെ ഇട്ടിട്ട് നമ്മളിതിനെ ടോപ്പിംഗ് റെഡിയാക്കിയിട്ട് സെയിം ടൈം 15 മിനിറ്റ് നമ്മൾ അവനിൽ വെച്ചിട്ട് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഗ്യാസിലും ചെയ്യാവുന്നതാണ്. ചീസ് ബേസ്റ്റ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിന്നറും ഇന്നലത്തെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പോഹ, അതേപോലെ തന്നെ ബീഫ് റൈസ്, 3 ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കുന്ന രീതികളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാനും, അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.